തിരുമേനി മുതുവം പരുത്തിക്കൽ റോഡ് ഗതാഗതയോഗ്യമാക്കണം. UDF. ചെറുപുഴ പഞ്ചായത്തിലെ 12ാം വാർഡിലെ പരുത്തിക്കൽ നിവാസികൾക്ക് തൊട്ടടുത്ത ടൗണായ തിരുമേനിയുമായി ബന്ധപ്പെടുന്നതിന് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മുതുവം പരുത്തിക്കൽ റോഡ് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയുടെ പ്രതീകം. ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നിട്ടും റോഡുകളുടെ ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്ന 1 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്പിൽ ഓവർ ആക്കിക്കളഞ്ഞത്. ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത രീതിയിൽ LDF മുന്നണി ഭരിക്കുന്ന പഞ്ചായത്ത് മുന്നോട്ടു പോകുന്നത് റോഡിനോടും നാടിനോടും വോട്ട് ചെയ്ത ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്നും ഭരണാധികാരികൾ കാണിക്കുന്ന വഞ്ചനയിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ റോഡിലെ കുഴിയിൽ വാഴകൾ നട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയതും ശോചനീയാവസ്ഥയും അറിഞ്ഞ് റോഡ് സന്ദർശിക്കാൻ എത്തിയ UDF നേതാക്കൾ അറിയിക്കുകയുണ്ടായി. ഈ അവസ്ഥയ്ക്ക് അറുതി വരുത്തണമെന്നും റോഡ് ഗതാഗതയോഗ്യമാക്കി തീർക്കാനുള്ള സത്വര നടപടികൾ കൈക്കൊള്ളാൻ പഞ്ചായത്ത് ഭരണകൂടം തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം സമരരംഗത്തേക്ക് ഇറങ്ങാൻ UDF നിർബന്ധിതരായി തീരുമെന്നും കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. ചെയർമാൻ ആലയിൽ ബാലകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് DP ചന്ദ്രൻ, കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് മുള്ളൻമട, TP ശ്രീനിഷ്, തോമസ് നാഗനോലിൽ, ജോർജ് ചെമ്പരത്തി, സിനോ ആടിമാക്കൽ, സജി ഓലേടത്ത് എന്നിവർ UDF പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നു. തിരുമേനി പരുത്തിക്കൽ റോഡിൻ്റെ ശോച്യാവസ്ഥ നേരിൽ കണ്ട് പഞ്ചായത്ത് അധികൃതരുടെ കണ്ണ് തുറപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഉള്ള പരീക്ഷണത്തിലാണ്. ഈ റോഡ് കാൽനട പോലും ദുസ്സഹമായ രീതിയിൽ തകർന്ന് തരിപ്പണമായി. ചെറുപുഴ പഞ്ചായത്തിൻ്റെ 12ാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി തീർത്ത് ഗതാഗത യോഗ്യമാക്കണമെന്നുള്ളതാണ് UDFിൻ്റെ ആവശ്യം. ഇത്രയും ശോചനീയമായ നിലയിലായിട്ടും യാതൊരു നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതർക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ വാർഡിലെ മുഴുവൻ റോഡുകളും യഥാവിധി ഗതാഗത യോഗ്യമാക്കി തരുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ LDFിൻ്റെ മെമ്പർ തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ നിലവിലുള്ള റോഡ് പോലും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ കാൽനടക്കോ അല്ലെങ്കിൽ യാത്രക്കോ സൗകര്യപ്രദമായ രീതിയിൽ ആക്കാനോ സാധിക്കാതെ ഇരുട്ടിത്തപ്പുകയാണ് പഞ്ചായത്തും മെമ്പറും ഉൾപ്പെടെയുള്ള ആളുകൾ. ഇവിടെ വാഴ വെച്ച നിലയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ UDFിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ ജനകീയ പ്രക്ഷോഭം നേരിടേണ്ടി വരും എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് തിരുമേനി മുതുവം പരുത്തിക്കൽ റോഡാണ്. വളരെ ശോചനീയാവസ്ഥയിലുള്ള ഇത്തരം റോഡുകൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. 12ാം വാർഡിലെ എല്ലാ റോഡുകളും തന്നെ ഗതാഗത യോഗ്യമല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇത്രയേറെ ഗതാഗത യോഗ്യമല്ലാത്ത മറ്റ് പ്രദേശങ്ങൾ ഉണ്ടാവുമോ എന്ന് തന്നെ സംശയിക്കേണ്ടു. വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാന്റെ വാർഡിലുള്ള റോഡുകൾ വളരെ ശോചനീയാവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒറ്റ റോഡിൽ കൂടെയും സുഗമമായ യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണുള്ളത്. ഇതേപോലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഭരണസമിതി കഴിഞ്ഞ ഒരു കാലത്തും ഈ ചെറുപുഴ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ജനങ്ങളോട് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡുകളിലെയും ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി അതിശോചനീയമാണ് എന്ന് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. ചെറുപുഴ പ്രധാന പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന മുഴുവൻ പഞ്ചായത്ത് റോഡുകളും ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ ചെറുപുഴ പഞ്ചായത്തിനെ ആശ്രയിക്കേണ്ട ആളുകൾ പോലും പാടിയോട്ടുചാലിലും മറ്റും പോയി കാര്യങ്ങൾ നിർവഹിക്കേണ്ട സ്ഥിതിയാണുള്ളത്. ഇത്രമാത്രം കെടുകാര്യസ്ഥയും ഉത്തരവാദിത്തമില്ലായ്മയും കാണിക്കുന്ന
ഒരു പഞ്ചായത്ത് ഭരണസമിതി കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുമോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. തിരുമേനി പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതം UDFന്റെ നേതാക്കളുമായി അവർ പങ്കുവച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെറുപുഴ പഞ്ചായത്തിലെ UDFന്റെ നേതാക്കൾ ഇതൊന്ന് കാണുവാൻ വേണ്ടി ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് ഒരു റോഡിന്റെ മാത്രം സ്ഥിതിയാണ്. ഇത്തരത്തിൽ എല്ലാ റോഡുകളും വളരെ ശോചനീയമാണ്. കഴിഞ്ഞ 1 കോടി രൂപ വാർഷിക പദ്ധതിയിൽ റോഡ് വികസനത്തിന്റെ സ്പിൽ ഓവറാക്കിയ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് നിലവിലുള്ളത്. അതിനൊക്കെ പറയുന്നതിനെ ദാർഷ്ട്യത്തോടുകൂടി നേരിടുന്ന ഒരു സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിച്ചു പോകുന്നത്. ഇത്തരത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പോക്കെങ്കിൽ UDF അതിശക്തമായ ജനകീയ സമരവുമായി മുന്നോട്ട് വരും എന്നാണ് അറിയിക്കുവാനുള്ളത്. ഇപ്പൊ ചെറുപുഴയിൽ മുൻപ് ഗതാഗത യോഗ്യമായിരുന്ന റോഡാണ് തിരുമേനി മുതുകം പരുത്തിക്കൽ റോഡ്. ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഈ റോഡിന്റെ സ്ഥിതിയുള്ളത്. ഇപ്പൊ കാൽനട യാത്ര പോലും പറ്റാത്ത അവസ്ഥയായി. ഇവിടെ ഓട്ടോറിക്ഷയും കാറും അടക്കമുള്ള വാഹനങ്ങൾ പരുത്തിക്കലിലേക്ക് തിരുമേനി മുതുകം റോഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന റോഡ് ഇപ്പൊ ഗതാഗത യോഗ്യ ഒരു വാഗ്ദാനമായിരുന്നു. ഈ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഗതാഗത യോഗ്യമാക്കും എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്ന റോഡ് പോലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. പഞ്ചായത്തിന്റെ കണ്ണു തുറക്കാൻ കഴിയാത്ത ഈ അവസ്ഥക്കെതിരെ ശക്തമായ പ്രക്ഷോഭം UDFന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാട്ടുകാർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം പോലുമില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ റോഡ്, പ്രത്യേകിച്ച് ഈ സമീപ പ്രദേശങ്ങളിലുള്ളതിൽ ഈ തിരുമേനി മുതുവം പരുത്തിക്കൽ റോഡ് അടിയന്തരമായിട്ട് ഗതാഗത യോഗ്യമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇനി